അമ്മയാണല്ലോ കൂടെ ഉള്ളത്. യാത്രയിലൊക്കെ അമ്മയാണ്, സിനിമ കാണാൻ അമ്മ, ഇപ്പോഴും അമ്മ കൂടെ ഇരിക്കുന്നു. രാത്രി നിങ്ങൾ ഒരുമിച്ചാണ്. ആ സമയങ്ങളിൽ അമ്മയായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. സിനിമയെ കുറിച്ച് അപ്പോഴും സംസാരിക്കും. ഇനിയുള്ള യാത്ര മോളെ, ഇനിയും മോള് സിനിമയിലേക്കാണല്ലോ പോകുന്നത്, ഈ മോളുടെ സബ്ജക്റ്റുകളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ മോള് സിനിമയ്ക്ക് പോകുമ്പോൾ ഇനിയും അമ്മയ്ക്ക് ഇത്രയൊക്കെ ആയല്ലോ, ഇത്ര നാളായി അമ്മ ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ടുനടക്കുന്നത്, മോള് ഒറ്റക്കാലിൽ നിന്നു, ഇനി ധൈര്യമാണ് എന്ന് അമ്മയ്ക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് ഞാനിപ്പം സംസാരിക്കുന്ന രീതിയാണെങ്കിലും ആൾക്കാരോട് പെരുമാറുമ്പോഴും അമ്മ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഞാൻ ബാലൻസ്ഡ് ആയിട്ടാണ് എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ലിസൺ ചെയ്തിട്ടാണ് അങ്ങനെ പെരുമാറുന്ന കാണുമ്പോൾ അമ്മ ആയിട്ട് നിന്ന് എന്നെ വളർത്തിയതിൽ അമ്മ ആക്ച്വലി പ്രൗഡാണ്. യു ആർ മെച്യൂർ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. ആൾക്കാരെ മനസ്സിലാക്കി പക്വതയോടെ സംസാരിക്കണമെന്ന് അമ്മയ്ക്ക് അറിഞ്ഞപ്പോൾ അതല്ലേ ഒരു വളർത്തിയ ഒരാൾക്ക് കിട്ടുന്ന അവസ്ഥ. സോ ഷീ ഈസ് ഹാപ്പി, ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ഒരു 4ാം ക്ലാസ്സിൽ തൊട്ട് ഡാൻസ് പഠിച്ചോളൂ. 4 വയസ്സ്. നമ്മുടെ ഒരു കഴിവ് കണ്ടത് ആരാണ്? അമ്മയും അച്ഛൻ രണ്ടുപേരും. അത് ആക്ച്വലി പറഞ്ഞ കോമഡിയാണ്. ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ്, പക്ഷേ ഞാൻ ആക്ച്വലി ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹിച്ചത് മൈക്കിൾ ജാക്സന്റെ മൂവ്സ് കണ്ടിട്ടാണ്. അച്ഛൻ ഭയങ്കര മൈക്കിൾ ജാക്സൺ ഫാനാണ്. അപ്പോൾ അച്ഛൻ എപ്പോൾ നോക്കിയാലും വീട്ടിൽ മൈക്കിൾ ജാക്സന്റെ പാട്ടിട്ട് വീട്ടിലൊരു സ്റ്റേജ് പോലെ ഒരു കുഞ്ഞു സ്പേസ് ഉണ്ട്, വെറുതെ എന്തെങ്കിലും കാണിക്കും ഞാൻ. അപ്പം ആ സ്റ്റെപ്പിന് വീട്ടിൽ ഗസ്റ്റ് വരുമ്പം ഇവള് ഡാൻസ് കളിക്കും കേട്ടോ. ആര് വീട്ടിൽ വന്നാലും ഇന്നും എനിക്ക് ഇത്ര വയസ്സായിട്ട് എൻ്റെ അച്ഛൻ ഈ സ്വഭാവം മാറിയിട്ടില്ല. ആര് വന്നാലും പാട്ട് പാടും, ഇവള് ഡാൻസ് കളിക്കും. ഞങ്ങൾ 3 പേരിനെ ഇപ്പോഴും കുഞ്ഞു കുട്ടികളെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്. ആ സ്റ്റേജിൽ കയറി ഡാൻസ് കളിപ്പിക്കലാണ്. അപ്പം ഞാൻ ഈ മൈക്കിൾ ജാക്സന്റെ മൂവ് ഒക്കെ ഉണ്ട്, എനിക്ക് ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞു. ആദ്യം അമ്മയായിരുന്നു എൻ്റെ ടീച്ചർ, പിന്നെ വേറൊരു ടീച്ചറത്ത് കൊണ്ടുപോയി. അമ്മയ്ക്ക് പഠിച്ചിട്ടില്ല, പക്ഷെ അമ്മയ്ക്ക് അറിയായിരുന്നു. എല്ലാവരും അച്ഛനും അമ്മയ്ക്കും കല എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേർക്കും എല്ലാം, അതെ, സ്പോർട്സും ആർട്സും എല്ലാം ഡാൻസ് എല്ലാം തന്നത്. അവർ 2 പേർക്കും കഴിവുണ്ടായിരുന്നു. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യാൻ 2 പേർക്കും ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ഞങ്ങൾ ഫുൾഫിൽ ചെയ്തു. മൈക്കിൾ ജാക്സൺ ഡാൻസ് അത് സിനിമയോട് എനിക്കൊരു ഇഷ്ടമുള്ളതുകൊണ്ട് കൊച്ചിലിരുന്ന് ഞാൻ സിനിമയിൽ വരുന്ന ഡാൻസ് മൂവ്സ് ഒക്കെ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ചിട്ടയായിട്ട് കലാമണ്ഡലത്തിലൊക്കെ പഠിക്കുമ്പോഴും ഇത്രയും വർഷം ഡാൻസ് പഠിക്കുമ്പോഴും ഞാൻ എപ്പോഴും സിനിമ ഉള്ളിലുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും സിനിമ കാണുമ്പോൾ ഡപ്പാങ്കുത്തും ഇതൊക്കെ ചെയ്യും, ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഓൾറെഡി ഇറ്റ് ഇസ് ദെയർ, ഞാൻ ഇങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതുപോലത്തെ കഥാപാത്രം തന്നെയാണ് കിട്ടിയത്. എല്ലാം ഉണ്ട്, എല്ലാ ഇമോഷൻസും ഉണ്ട്. അതാണ് നമ്മൾ ഇത്ര നാളുകൾ യാത്ര ചെയ്തത് നമുക്ക് കിട്ടാതെ പോയ സംഭവമുണ്ട്, അതും ഇതിൽ പറഞ്ഞു പോകുന്നു. അതെ അതെ അതെ, തീർച്ചയായിട്ടും അതും ഇതിൽ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. അതെ അതെ, അങ്ങനെ എല്ലാം ഒത്തുചേർന്ന ഒരു സിനിമ കിട്ടിയെന്നുള്ളതാണ്. ഇനിയും സിനിമകൾ വരണം, നല്ല നല്ല സിനിമകൾ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ഞാൻ. ഇനിയും നല്ല സിനിമ ഇനി അഭിനയിക്കണമെന്ന് തോന്നി ഒന്നുമായിട്ട് നമ്മൾ ഒറ്റ സിനിമയാണ് ഞാൻ ചോദിക്കുന്ന, അഹങ്കാരമായിട്ടല്ല, ഒരു സിനിമയുള്ളൂ. പക്ഷെ ഇനിയും ചെയ്യണമെന്നുള്ള ഒത്തിരി കഥാപാത്രങ്ങൾ മനസ്സിലുണ്ട്, ഒരു സിനിമ കൊണ്ട് ഒന്നും ആവുന്നില്ല. 1000 സിനിമ ചെയ്താലും നമുക്ക് പറഞ്ഞ ഞാൻ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുക, അഭിനയ പാടാന്ന് നമുക്ക് പറയുന്നത്, ലാലേട്ടനും പറയുന്നത് അങ്ങനെയല്ല. അങ്ങനെ വെച്ചാലും നമുക്ക് ഒരാളുകളെ കണ്ടുവന്ന് പല നടിമാരെ നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു താരം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലേക്ക് കയറി ആരായിരിക്കും? അങ്ങനെ ഞാൻ അങ്ങനെ പർട്ടിക്കുലറായിട്ട് ഒരാളിനെ ഫോളോ ചെയ്തിട്ടില്ല. പൊതുവെ മേ ബി ഞാൻ കുറച്ച് ഒപ്റ്റിമിസ്റ്റിക്കായി ചിന്തിക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ എല്ലാവരുടെയും ഇപ്പോൾ ഒരാൾ ഏതെങ്കിലും ഒരു പെർഫോമൻസ് ഡൗൺ ആയി തോന്നിയപ്പോലും എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഞാൻ എങ്ങനെ അവർ ചിരിച്ചത് നല്ല രസമുണ്ട്. അങ്ങനെ എനിക്ക് ഓരോ പർട്ടിക്കുലർ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടം. അങ്ങനെ ഒരാളും ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല. എല്ലാവരെയും ഞാൻ എന്തെങ്കിലും പോസിറ്റീവായിട്ട് ഇവർക്ക് ഇത് ഹൈലൈറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്, എല്ലാവരിലും എന്തെങ്കിലും ഒരു പോസിറ്റീവ്സ് കണ്ടുപിടിക്കും. അത് അങ്ങനെ ആയി, അങ്ങനെയാണ് ജനറലി അങ്ങനെയാണ്. ജീവിതത്തിൽ ഇത്തരം ഒരു ക്യാരക്ടർ അല്ലായിരുന്നെങ്കിൽ, ഈ ഒരു സിനിമ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പരാജയങ്ങൾ സംഭവിക്കും. നമ്മൾ ആദ്യം പോയി പെട്ടുപോയെന്ന് ചിന്തിച്ച് ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് പോവാം. പക്ഷെ ഈ ഒരു കഥാപാത്രം കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് എന്നെ കൊണ്ട് കഴിയുമോ എന്നൊന്ന് ചിന്തിച്ചിരുന്നു. എനിക്ക് ഓഡിഷന് പോയ സമയത്ത് തന്നെ ഒരു 2 pages ഒക്കെ ഡയലോഗ്സ് ഒക്കെ തന്നായിരുന്നു. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കും. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചിട്ട് ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ലൈക്ക് നമ്മുടെ ഒരു പാർട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, നമുക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, ഒരു ചൈൽഡിഷ്, ഒരു ക്യൂട്ട്, ഒരു ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ഭാര്യ, ഇങ്ങനെയൊക്കെ കഥാപാത്രം ഉണ്ടാവില്ലേ. എനിക്കിത് ഇങ്ങനെ കൊച്ചിൽ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് വായിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടി തോന്നിയില്ല, അവർക്കായിരുന്നു പേടി.
ഇവള് ചെയ്യോ എന്നുള്ള സാധനം അവിടെ ഉള്ളവരെ പേടി കണ്ടിട്ട് എനിക്ക് പേടിയായി. എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല, സത്യമായിട്ടുണ്ടായിരുന്നില്ല. ഡെലിവറി ഒക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. താങ്ക് യു പറഞ്ഞ സാധനമൊക്കെ അത് പിടിച്ചേക്കണൊക്കെ താങ്ക് യു. അതൊക്കെയാണ് ഈ സിനിമയുടെ. അതൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടായിട്ടില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.